Hello dear students, welcome to Mathroot. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 7 let a equal to -6 12 -3 6 and w equal to 2 1. നമുക്കിവിടെ a എന്നുള്ളൊരു 2/2 മാട്രിക്സ് തന്നിട്ടുണ്ട്, w എന്നുള്ളൊരു കോളം മാട്രിക്സ് തന്നിട്ടുണ്ട്. Determine if w is in column space of a. W എന്നുള്ള ഈ കോളം മാട്രിക്സ് A എന്നുള്ള മാട്രിക്സിന്റെ കോളം സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈസ് W ഇൻ നൾ സ്പേസ് ഓഫ് A. W എന്നുള്ള ഈ കോളം മാട്രിക്സ് A എന്നുള്ള മാട്രിക്സിന്റെ നൾ സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ഈ W എന്നുള്ള കോളം മാട്രിക്സ് A ന്റെ നൾ സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് A into W 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യുക, A എന്നുള്ള മാട്രിക്സ് എഴുതി, W എന്നുള്ള കോളം മാട്രിക്സ് എഴുതി, നമ്മൾ ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -6 into 2 plus 12 into 1. Next row -3 into 2 plus 6 into 1. ഇവിടെ -6 into 2 12 -12 12 into 1 12. നമ്മൾ ഇതിന്റെ ഇടയിലുള്ള സൈൻ പ്ലസ് ഇട്ടു. അതുപോലെ -3 into 2 -6 plus 6 into 1 6. ഇവിടെ -12 plus 12 ആഡ് ചെയ്യുമ്പോൾ 0, -6 plus 6 ആഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ A into W equal to 0 മാട്രിക്സ് ആണ് നമുക്ക് കിട്ടിയത്. എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് A into W equal to 0 എന്ന് എഴുതാം. ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് W എന്നുള്ള കോളം മാട്രിക്സ് A എന്നുള്ള മാട്രിക്സിന്റെ നൾ സ്പേസിൽ ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം, AW 0 ആയതുകൊണ്ട് W എന്താണ്, എയുടെ നൾ സ്പേസിലുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന W എന്നുള്ള കോളം മാട്രിക്സ് എന്റെ കോളം സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, A എന്നുള്ള മാട്രിക്സ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, W നെ ലാസ്റ്റ് കോളമായിട്ട് ചേർത്ത് വെക്കുക. ഈ മാട്രിക്സ് ആണ് AW എന്നുള്ള ഓഗ്മെന്റഡ് മാട്രിക്സ്. ഈ ഓഗ്മെന്റഡ് മാട്രിക്സ് നമ്മൾ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റോയിലെ ഏറ്റവും ലെഫ്റ്റിലുള്ള നോൺ സീറോ എലമെന്റ് -6 ആണ്. അതിന് താഴേക്കുള്ള എലമെന്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ 0 ആക്കാം റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട്. റോ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ കിട്ടുന്ന മാട്രിക്സ്, ഈ മാട്രിക്സ് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷനിലേക്ക് മാറ്റാം. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ AW എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് വരുന്നത്, A into x equal to W ലെ A നെയും W നെയും നമ്മൾ ഒരുമിച്ച് വെച്ചു, എന്നിട്ട് റെഡ്യൂസ് ചെയ്തു. അത് എന്തിനാണ്, ഈ A into x equal to W എന്നുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഇവിടെ എങ്ങനെ കിട്ടിയ മീനിങ്, ഈ A into x equal to W എന്നുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താണ്, കൺസിസ്റ്റന്റ് ആണെന്നാണ്. എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ എന്താണ്, സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് W എന്നുള്ള കോളം മാട്രിക്സ് അവിടെ ഉണ്ട്, A എന്നുള്ള മാട്രിക്സിന്റെ കോളം സ്പേസിലുണ്ട്. അതിന്റെ റീസൺ എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് കോളം സ്പേസ് ഓഫ് എയുടെ ഡെഫിനിഷൻ ഇതാണ്, A into x equal to B എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബികളാണ് ഇവിടെ ഉള്ളത്, കോളം സ്പേസിൽ ഉള്ളത്. ഇവിടെ A into x equal to W എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ W എന്നുള്ള എലമെന്റ്സ് എവിടെ ഉണ്ടായിരിക്കും, എയുടെ കോളം സ്പേസിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടിയ ഈ മാട്രിക്സ് എന്ന് നമുക്ക് A into x equal to W എന്നുള്ള സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് റെഡ്യൂസ്ഡ് ആയി കിട്ടിയ മാട്രിക്സിലെ റോസ് ചെക്ക് ചെയ്യാം. ആ റോസിൽ ഈ രൂപത്തിലുള്ള റോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് നമ്പർ ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണ്. ലാസ്റ്റ് നമ്പർ എന്തല്ല, ഇവിടെ ഒരു C എന്നുള്ള നമ്പർ ഉണ്ട്, എന്തെങ്കിലും റിയൽ നമ്പർ, അത് 0 അല്ല. ഒന്നുകിൽ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നമ്പർ, 0 അല്ലാത്ത നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റോ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം, ഈ മാട്രിക്സ് കൺസിസ്റ്റന്റ് അല്ല എന്ന് പറയാം. ഓക്കെ, എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ 5 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നോക്കൂ, ഈ റോ ഉണ്ട്, ഈ റോയില് ഇതാണല്ലോ നമ്മുടെ ഓഗ്മെന്റഡ് മാട്രിക്സ്. ഈ മാട്രിക്സിലെ ലാസ്റ്റ് കോളത്തിൽ നമ്മൾ അവിടെ മാറ്റി നിർത്തുക, എന്നിട്ട് ഈ റോ എടുക്കുക. ഈ നമ്പർ 0 അല്ല, ഇവിടെ 5 ആണ് നിലവില്. എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലുള്ള റോ വന്നു കഴിഞ്ഞാൽ ഈ മാട്രിക്സ് എന്തല്ല, കൺസിസ്റ്റന്റ് അല്ല. എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല. ഇവിടത്തെ നമുക്ക് കിട്ടിയ മാട്രിക്സ് കംപ്ലീറ്റ് 0 ആണ്. അതുകൊണ്ട് ഇവിടെ ഈ മാട്രിക്സ് ഇക്വേഷൻ എന്താണ്, സൊല്യൂഷൻ ഉണ്ട്, കൺസിസ്റ്റന്റ് ആണ്. ഈ രൂപത്തിലുള്ള ഒരു റോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് നമ്പർ 0 ആവരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ സൊല്യൂഷൻ ഇല്ല എന്ന് പറയാം, ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇനി ഇങ്ങനത്തെ റോസ് നമ്മുടെ മാട്രിക്സിൽ ഇല്ല എങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കും, സൊല്യൂഷൻ ഉണ്ടായിരിക്കും.